വറഹ്മത്തുള്ളാഹി തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം ആത്മീയമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾക്കപ്പുറം വലിയ രീതിയിലുള്ള ശാരീരിക മാനസിക ആരോഗ്യ വശങ്ങളുണ്ടെന്ന് ശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നാം സംപ്രേഷണം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ദിവസവും ഉള്ള 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി, നാം നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമും ഖിയാമുമാണ്. ആ നൃത്തത്തിൽ നാം കൈകെട്ടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ, ശരീരഭാരം ക്രമീകരിക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇരുകാലുകളിലും ഒരേപോലെ ഭാരം നൽകി നേരെ നിൽക്കുന്നത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുന്നത് കാണാം. അതുപോലെ തന്നെ ശ്വസന പ്രക്രിയ കൈകൾ ഉയർത്തിക്കെട്ടുന്നതിലൂടെ നെഞ്ചി വികസിക്കുകയും ശ്വാസകോശത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ പ്രവേശിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നാം പിന്നെ നിസ്കാരത്തിൽ റുക്കൂ ചെയ്യും. ആ റുക്കൂ ചെയ്യുമ്പോൾ നട്ടെല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയാണ്. കൈകൾ മുട്ടുകളിൽ ഊന്നി നട്ടെല്ല് നേരെയാക്കി കുനിയുന്ന ഈ അവസ്ഥ നട്ടെല്ലിന് നല്ലൊരു സ്ട്രെച്ചിങ് നൽകുന്നു. ഇത് ബാക്ക് പെയിൻ വരാതിരിക്കാൻ നല്ലതാണ് എന്ന് പഠനങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ രക്തയോട്ടം ആ റുക്കൂയിലൂടെ സംഭവിക്കുകയാണ്. ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് വയറ്റിലെ അവയവങ്ങളിലേക്ക് രക്തയോട്ടം വർദ്ധിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് ദഹന പ്രക്രിയ സുഖകരമാക്കുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ പറയുകയാണ്. ഇനിയോ സുജൂദിലേക്ക് നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ, നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശാസ്ത്രീയമായി ഏറെ ഗുണങ്ങളുള്ളതുമാണ് സുജൂദ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടം അതൊരു ഗുണമാണ്. തല ഭൂമിയോട് മുട്ടിച്ചു നിൽക്കുമ്പോൾ ഗുരുത്വാകർഷണം മൂലം ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് കൂടുതൽ രക്തം ഒഴുകിയെത്തുന്നു. ഇത് ഓർമ്മശക്തി, ഏകാഗ്രത, മാനസിക ഉന്മേഷം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നുണ്ട് സുജൂദിലൂടെ തലച്ചോറിലെ കോശങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നത് വഴി സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി, അതായത് അമിത ഉത്കണ്ഠ എന്നിവ വലിയ തോതിൽ കുറയുന്നതായി പഠനങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ സൈനസൈറ്റിസ് പ്രതിരോധം സുജൂദിലൂടെ ലഭിക്കുകയാണ്. സുജൂദ് ചെയ്യുമ്പോൾ മുഖത്തെയും സൈനസുകളിലെയും രക്തയോട്ടം കൂടുന്നത് വഴി സൈനസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കാറുണ്ട്. അതുപോലെ സുജൂദ് കഴിഞ്ഞാൽ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, ആ ഇരുത്തത്തിൻ്റെ ഗുണങ്ങൾ പരിശോധിക്കുമ്പോൾ പേശികൾക്ക് ആരോഗ്യം ലഭിക്കുകയാണ്. കാലുകൾ മടക്കി വിരലുകൾ നിലത്തുകുത്തിയിരിക്കുന്ന രീതി തുടയിലെയും കാൽക്കുഴയുടെയും പേശികൾക്ക് ബലം നൽകുന്നു എന്നാണ് പഠനം. അതുപോലെ തന്നെ ദഹന പ്രക്രിയ, ഈ ഇരുത്തം വജ്രാസനത്തിന് സമാനമാണെന്നാണ് പറയുന്നത്. ഇത് ഭക്ഷണശേഷമുള്ള ദഹന പ്രക്രിയയെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുകയാണ്. അതുപോലെ നിസ്കാരത്തിൻ്റെ അവസാനം സലാം വീട്ടുമ്പോൾ അതിലുള്ള ഗുണങ്ങൾ എത്രയാണ്. കഴുത്തിലെ പേശികൾക്ക് ഇരുവശങ്ങളിലേക്കും തലതിരിക്കുന്നതിലൂടെ കഴുത്തിലെ പേശികൾക്ക് നല്ലൊരു വ്യായാമം ലഭിക്കുന്നു. ഇത് കഴുത്തുവേദന വരുന്നത് തടയാൻ സഹായിക്കുകയാണ്. ഇനി നമ്മൾ മാനസികവും സാമൂഹികമായ വശങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ മെഡിറ്റേഷൻ നടക്കുന്നു. അതായത് നിസ്കാരത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മനസ്സിന് ശാന്തത ലഭിക്കുന്നു. ഇത് ഒരു തരം ധ്യാനമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ദിനചര്യയുടെ ക്രമീകരണം നിസ്കാരങ്ങളിലൂടെ നടക്കുകയാണ്. കൃത്യസമയത്ത് 5 വട്ടം നിസ്കരിക്കുന്നത് ജീവിതത്തിൽ സമയനിഷ്ഠയും ഒരു ഡിസിപ്ലിനും കൊണ്ടുവരാൻ സഹായിക്കുന്നു എന്നാണ് പഠനം. കൃത്യമായ രൂപത്തിൽ അപ്പോൾ നാം 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഒരേ സമയം ആത്മീയമായ സംതൃപ്തിയും അതുപോലെ തന്നെ യോഗ പോലുള്ള സമാനമായ ശാരീരിക
മാനസിക ആരോഗ്യവും പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരം നമുക്ക് എല്ലാ നിലക്കും ശാസ്ത്രീയപരമായും ആത്മീയപരമായും ഗുണമാണ്. ആ നിസ്കാരം നിലനിർത്തുന്നവരിൽ അള്ളാഹു നമ്മളെപ്പോഴും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുണർത്തി പുതിയ എപ്പിസോഡുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.